അദ്ദേഹത്തിൻ്റെ തിയറി അദ്ദേഹം തന്നെ പൊളിക്കുന്ന രീതിയിലാണ് അദ്ദേഹം രണ്ടാമത് മലപ്പുറത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറയുന്നത്. എന്താണ് ശരിക്കും സജി പറയാൻ ശ്രമിച്ചത്? അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയായിരുന്നു എന്ന് മാധ്യമങ്ങളെ കണ്ടത്. താൻ കാസർഗോഡ് മത്സരിച്ച ആളുകളുടെ പേരുകൾ നോക്കുക എന്നത് പറഞ്ഞതിൽ കുറച്ച് കണക്കുകൾ വെച്ചുകൊണ്ടായിരുന്നു ഒരു മറുപടി നൽകിയത്. അതായത് 39 സീറ്റുകളാണ് അവിടെയുള്ളത്. അതിൽ മത്സരിച്ച, അതായത് മതേതരത്വം പറഞ്ഞ് മത്സരിച്ച ഞങ്ങൾക്ക് ലഭിച്ച, അതായത് CPM-ന് ലഭിച്ചത് ഒരേ ഒരു സീറ്റ് മാത്രമാണ്. കോൺഗ്രസിനാകട്ടെ 2 സീറ്റും. പക്ഷേ അവിടെ ഈ ഭൂരിപക്ഷ വർഗീയത പറഞ്ഞ BJP-ക്ക് 12 സീറ്റുകളിൽ വിജയിക്കാനും ലീഗിനാകട്ടെ 22 സീറ്റുകളിൽ വിജയിക്കാനും കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തെ താൻ ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ചെയ്തത്. അല്ലാതെ താൻ വർഗീയമായിട്ട് ഒരു പരാമർശം അത്തരത്തിലുള്ള കാര്യത്തിലേക്കല്ല പോയത്. ഈ വിജയിച്ചു വന്ന BJP-ക്കാർ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ, കാര്യങ്ങൾ പരിശോധിക്കണമെന്നുള്ളതാണ് താൻ ഉദ്ദേശിച്ചത്. അതാണ് പറഞ്ഞത്. അതൊരു മിസ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ള രീതിയിലായിരുന്നു വിശദീകരണം. പക്ഷേ അതിനുശേഷം ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായിരുന്നു. ലീഗിൽ മത്സരിച്ച് ജയിച്ചവരെല്ലാം വർഗീയവാദികളാണോ എന്നുള്ളതാണോ താങ്കൾ ഉദ്ദേശിക്കുന്നതെന്ന ചോദ്യത്തിൽ ഒരു മറുപടിയും പറയാതെ ക്ഷുഭിതനായിക്കൊണ്ട് മൈക്ക് തട്ടിമാറ്റിക്കൊണ്ട് പോകുന്നതാണ് കാണാൻ കഴിഞ്ഞത്. അതിനൊരു വ്യക്തത വരുത്താൻ, അല്ലെങ്കിൽ അതിനൊരു ക്ലാരിറ്റിയോടുകൂടെയുള്ള ഒരു ഉത്തരം തരാൻ മന്ത്രി സജി ചെറിയാൻ തയ്യാറായില്ല. അതിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. താൻ പറഞ്ഞുവിട്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഒരു കാരണവശാലും ഭൂരിപക്ഷ വർഗീയതയെ നേരിടാൻ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് സാധിക്കില്ല. അതിന് ഈ മതേതരത്വം തന്നെ വേണം എന്നുള്ള രീതിയിലാണ് തന്റെ അഭിപ്രായം. അതാണ് സംസ്ഥാന സർക്കാരിന്റെയും മന്ത്രിസഭയുടെയൊക്കെ ഒരു അഭിപ്രായവും ഇടതുപക്ഷത്തിന്റെ അഭിപ്രായവും അത് തന്നെയാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. താൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ കൂടുതൽ ക്ലാരിറ്റി വരുത്താൻ ഒരു ശ്രമം നടത്തി. അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ സത്യത്തിൽ പോയിരിക്കുന്നത്. അതിലൊരു വ്യക്തത വന്നതുമില്ല. എന്നാൽ മലപ്പുറത്തെ വിഷയങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അതിലൊരു ക്ലാരിറ്റി വരുത്താനും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇടതുപക്ഷത്തിനുള്ളിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ CPM-നുള്ളിൽ നിന്ന് തന്നെ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു വിമർശനമൊക്കെ ഉയർന്നു വന്നൊരു സാഹചര്യത്തിലായിരുന്നു ഇന്ന് മാധ്യമങ്ങളെ കാണാൻ ശ്രമം നടത്തി. അത് പക്ഷേ പറഞ്ഞ് കൂടുതൽ ഒരു കുരുക്കിലേക്കാണോ പോയെന്നുള്ളതാണ് വരേണ്ടത്. കാര്യം കൃത്യമായ ഒരു ചോദ്യം ഇതായിരുന്നു. ലീഗിൽ മത്സരിച്ച് ജയിച്ചവർ വർഗീയവാദികൾ എന്നാണോ നിലപാട്, അല്ലെങ്കിൽ അതാണോ അഭിപ്രായം എന്നുള്ള ചോദ്യത്തിന് ഒരു തരത്തിലും മറുപടി പറയാൻ, താൻ പറഞ്ഞതിനൊക്കെ എന്തിനാണ് വളച്ചൊടിക്കുന്നത്, താൻ വർഗീയവാദിയൊന്നുമല്ല, ഒരു മതത്തിനുമെതിരല്ല താൻ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷുഭിതനായി മന്ത്രി നടന്നു പോവുക മാത്രമാണ് നൗഫൽ ചെയ്തത്. ലിജോ, ഒരു വിഭാഗത്തിലെ ആളുകൾ മാത്രമാണ് വിജയിച്ചത് എന്ന് പറയുമ്പോൾ, അത് പരിശോധിക്കണം എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് നമ്മൾ പുതുതായി വ്യാഖ്യാനിക്കാനുള്ളത്? അത് പച്ചയായി വർഗീയത പറയുന്ന പ്രസ്താവന തന്നെയല്ലേ? എന്തുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും ചോദ്യത്തോട് അദ്ദേഹം അസ്വസ്ഥനാകുന്നത്? ഈ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന അത്തരത്തിൽ തന്നെയായിരുന്നു. കാസർഗോഡ് നിന്നും ജില്ലാ പഞ്ചായത്തിലേക്കൊക്കെ, അല്ലെങ്കിൽ അവിടെ മത്സരിച്ച് വിജയിച്ചവരുടെ ഒരു പട്ടികയൊന്ന് എടുത്ത് അവരുടെ പേരുകളൊന്ന് പരിശോധിച്ച് നോക്കുക എന്നുള്ളത്. ഒരു സാംസ്കാരിക വകുപ്പിന്റെ ചുമതലയുള്ള ഒരു മന്ത്രിയാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഇന്ന് അതിനൊരു ക്ലാരിറ്റി വരുത്തുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തുമ്പോൾ അതിലൊരു ക്ലാരിറ്റി വരുത്താനും കഴിഞ്ഞില്ല. എന്നാൽ അത് കൂടുതൽ കുരുക്കുകളിലേക്ക് പോവുകയായിരുന്നു. അവിടെ അത് ഇന്ന് കണക്കൊക്കെ കൃത്യമായി എഴുതി തയ്യാറാക്കിയായിരുന്നു എന്ന് വന്നിരുന്നത്. കയ്യിലൊരു പേപ്പറിൽ അവിടെ എത്ര പേര് ആരൊക്കെ ജയിച്ചു, എവിടെയൊക്കെ ജയിച്ചു എന്നുള്ള ഒരു കണക്കൊക്കെ എഴുതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും അദ്ദേഹം പറഞ്ഞൊരു കാര്യം, മന്ത്രി പറയാൻ ശ്രമിച്ച കാര്യം ഇതായിരുന്നു. രാജ്യത്ത് RSS ഉയർത്തുന്നതാണ് ഏറ്റവും വലിയ വർഗീയത. അതിനെ പ്രതിരോധിക്കേണ്ടുന്നത് ഏതൊരു പൗരന്റെ, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശ്രമമൊക്കെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. അതിന് ഒരു ന്യൂനപക്ഷ വർഗീയത മാത്രമല്ല, മതേതരത്വമാണ് അതിന് വേണ്ടത്. പക്ഷേ ഈ പറഞ്ഞ പ്രസ്താവനകളൊക്കെ മതേതരത്തെ ഊട്ടിയുറപ്പിക്കുന്നതാണോ എന്നുള്ള ഒരു കാര്യം കൂടെ മന്ത്രി വീണ്ടും പുനഃപരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. കണക്കുകൾ നിരത്തുമ്പോൾ ഒരാളുടെ പേര് വെച്ചുകൊണ്ട് അയാൾ വർഗീയവാദിയാണോ അല്ലയോ എന്ന് തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വർഗീയപരമായ ഒരു പരാമർശം, അല്ലെങ്കിൽ ഒരു വിഭാഗത്തെയൊക്കെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശമാണല്ലോ നടത്തുന്നത്. അപ്പോൾ ഈ ലീഗിന്റെ ആ ഒരു പേര്, അതായത് ലീഗിൽ മത്സരിച്ച് വരുന്നവരെയൊക്കെ തോൽപ്പിക്കണമായിരുന്നോ, അല്ലെങ്കിൽ അവർ വോട്ട് ചെയ്യരുതായിരുന്നു എന്നോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങളായിരുന്നു അദ്ദേഹത്തിന് പറയാനുള്ളതിന് ശേഷം അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അതിനൊന്നും ഒരു ഉത്തരം തരുന്നില്ല. എന്തായാലും ലിജോ, ഇപ്പോ